ഹായ് മക്കളെ, നിങ്ങളുടെ പല ആഗ്രഹങ്ങളും മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ട് നടക്കാത്തൊരു അവസ്ഥയിലാണോ? ചിലർ പറയാറുണ്ട്, ഞാൻ അഫർമേഷൻ പറഞ്ഞു, വിഷ്വലൈസേഷൻ ചെയ്തു, പ്രാക്ടീസുകൾ പലതും ചെയ്തു നോക്കി, പക്ഷേ എനിക്ക് റിസൾട്ട് കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ ചെയ്യുന്ന ഒരു ഡേഞ്ചറസ് മിസ്റ്റേക്ക് ആണ് നമുക്ക് റിസൾട്ട് തരാത്തത്. അപ്പോൾ ടീച്ചർമാർ ഇന്ന് അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ പോവാണ്. വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കാം. അതുപോലെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാമിംഗ് ചെയ്യുന്ന ഒരു സീക്രട്ട് ടെക്നിക്ക് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ വളരെ ശ്രദ്ധയോടെ കാണുക. പലർക്കും മാനിഫെസ്റ്റേഷൻ നടക്കാത്തതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അവർക്കതിൽ വിശ്വാസമില്ല. ആരെങ്കിലും ഒക്കെ പറയുന്ന കേട്ട് ചിലരെന്ത് വെച്ചാൽ യൂട്യൂബിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ റീൽസ് കണ്ടിട്ടോ ഷോർട്സോ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഒരു ടെക്നിക്ക് എടുത്ത് ചെയ്തു നോക്കും. ഇവർക്ക് തീരെ വിശ്വാസമില്ല, ഇത് നടക്കുവോ ഇല്ലേ എന്നൊന്നും വിശ്വാസമില്ല. ഇവർ പറഞ്ഞതിന്റെ പേരിൽ, വീഡിയോയിൽ കണ്ടതിന്റെ പേരിൽ ഒന്ന് മാനിഫെസ്റ്റ് ചെയ്ത് നോക്കാം എന്ന് കരുതി എന്ത് ചെയ്യും, ഇവരത് ചെയ്തു നോക്കും. ഇവര് 11 പ്രാവശ്യം എഴുതുന്നു, 11 ദിവസം എഴുതുന്നു, അങ്ങനെ പല കാര്യങ്ങളും ചെയ്തു നോക്കും. ഇവരുടെ മനസ്സിനകത്ത് ഒരു പൊടി പോലും വിശ്വാസമില്ല. ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ബിലീവ് ചെയ്യണം. നമുക്ക് എന്താണോ വേണ്ടത് അത് നേടിക്കഴിഞ്ഞ വിശ്വാസത്തിലേക്ക് എത്തണം. വിശ്വാസമില്ലാതെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നടക്കാതെ വരും. അപ്പോൾ പലരും പറയൂ, ലോ ഓഫ് അട്രാക്ഷൻ ഫേക്ക് ആണ്, ഇതൊന്നും വർക്ക് ചെയ്യത്തില്ല. നമ്മൾ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കാതെ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് നമുക്ക് നടക്കാതെ പോകുന്നത്. രണ്ടാമതായിട്ട് മാനിഫെസ്റ്റേഷൻ നടക്കാത്തതിന്റെ റീസൺ എന്ന് പറയുന്നത് ഇവരുടെ ഫ്രീക്വൻസി ഭയങ്കര ലോ ആയിരിക്കും. ഏത് നേരവും പരാതി പറച്ചിലും സങ്കടം പറച്ചിലും, ജീവിതത്തിൽ ഒരു വിക്ടിമിനെ പോലെ ആയിരിക്കും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ മാത്രം എന്താ എനിക്ക് ഉയർച്ച ഉണ്ടാകാത്ത, മറ്റുള്ളവരെ നോക്ക്, അവരൊക്കെ ലൈഫിൽ രക്ഷപ്പെടുന്നു, എൻ്റെ അയലത്തുകാർക്ക് സക്സസ് ലഭിക്കുന്നു, എൻ്റെ ബന്ധുക്കള് ലൈഫിൽ വിജയിച്ചു കൊണ്ടിരിക്കുന്നു, എൻ്റെ സുഹൃത്തുക്കൾക്ക് വിജയം കിട്ടുന്നു, എനിക്ക് മാത്രം കിട്ടുന്നില്ല, ദൈവത്തിന് പോലും എന്നെ വേണ്ട, ദൈവം പോലും എന്നെ കളഞ്ഞിട്ടേക്കാണ്. ഇതുപോലൊരു വിക്ടിം മെന്റാലിറ്റിയിലാണോ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? മക്കളെ, ഒരു വിക്ടിമിനെ പോലെ, ഒരു ഇരയെ പോലെ ജീവിക്കുന്നത് നിർത്താം. ഇങ്ങനെ ഒരു ഇരയെ പോലെ ജീവിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, നമ്മൾ നെഗറ്റീവായിട്ട് നിരന്തരം ചിന്തിച്ചു കൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും നെഗറ്റീവ് മാത്രമേ നമ്മളിലേക്ക് വരത്തുള്ളൂ. നമ്മളൊരു പോസിറ്റീവ് വ്യക്തിയാകണം. പോസിറ്റീവ് വ്യക്തികളുടെ പ്രത്യേകത എന്താ? അവരെപ്പോഴും നല്ല സന്തോഷമായിരുന്നുകൊണ്ട് അവരൊരു വിന്നറിനെ പോലെ ആയിരിക്കും ചിന്തിക്കുന്നത്. ഞാനൊരു വിജയിയാണ്, ഞാൻ കൂടുതൽ വിജയിച്ചുകൊണ്ടിരിക്കും. അവരുടെ ആ പോസിറ്റീവ് മൈൻഡ് സെറ്റ് കാരണം, നല്ല ചിന്തകൾ കാരണം അവര് സക്സസ് അവരിലേക്ക് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ക്ലാസ്സിൽ വന്നൊരു ലേഡി, അപ്പൊ അവർക്ക് കുറേയധികം കടബാധ്യത ഉണ്ടായിരുന്നു. അപ്പൊ അത് മാറ്റാനായിട്ട് ഞാൻ അവർക്ക് അഫർമേഷൻസ് പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇവരിത് പ്രാക്ടീസ് ചെയ്തിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് എന്നെ കോൺടാക്ട് ചെയ്തപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, പിന്നെ എങ്ങനെയുണ്ട്? അപ്പൊ അവർ പറഞ്ഞു, എനിക്ക് മാറ്റം വരുന്നില്ല ടീച്ചർ. അപ്പൊ ഞാൻ അവരോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ശരിക്കും നിങ്ങളുടെ മനസ്സിൽ എന്താണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് പണം വരുവോ, എനിക്ക് അതിനുള്ള അർഹതയുണ്ടോ, എനിക്ക് പണം വരാൻ മാർഗമൊന്നുമില്ലല്ലോ. ഇതാണ് ഞാൻ എൻ്റെ ഡീപ്പ് സബ് കോൺഷ്യസ് മൈൻഡിലെ എൻ്റെ ബിലീഫ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ ഒരു ബിലീഫ് മനസ്സിലിട്ടിട്ട് ഐ എം എ മില്യനെയർ, ഐ എം എ ബില്യനെയർ എന്ത് അഫർമേഷൻ പറഞ്ഞതുകൊണ്ട് മാറില്ല. നമ്മുടെ മനസ്സിനകത്ത് നമ്മൾ എന്താണ് വിശ്വസിക്കുന്നത്, ഞാനൊരു പാവപ്പെട്ടവനാണ്, എനിക്ക് സമ്പന്നനാകാൻ ഒരിക്കലും പറ്റില്ല എന്നുള്ളൊരു ബിലീഫ് ഡീപ്പ് റൂട്ടഡ് ആയിട്ട് കിടപ്പുണ്ടെങ്കിൽ അത് നമുക്കൊരിക്കലും സമ്പന്നതയിലേക്ക് നമ്മളെ എത്തിക്കില്ല. അപ്പൊ മനസ്സിൽ കിടക്കുന്ന ഈ നെഗറ്റീവ്സ് എടുത്തു മാറ്റേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. പലരും മറ്റുള്ളവരിലേക്ക് നോക്കിയാ ജീവിക്കുന്നത്. എന്റെ ഫ്രണ്ട് നോക്ക്, UK സെറ്റിൽഡ് ആയി, അവൾക്ക് അവിടെ ജോലി കിട്ടി, അവളുടെ ഹസ്ബൻഡിന് അവിടെ ജോലിയുണ്ട്, പുതിയ വീട് വെച്ചു, കാറ് വാങ്ങിച്ചു, അവർ സൂപ്പർ സക്സസ്ഫുൾ ആണ്. പക്ഷെ എനിക്ക് വിജയിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇന്നും അടുക്കളയുടെ 4 ചുവരുകൾക്കുള്ളിൽ പെട്ടിടന്ന് അനുഭവിക്കുകയാണ്. എനിക്ക് എന്താ മുന്നോട്ട് പോകാൻ പറ്റാത്തത്? മറ്റുള്ളവരെ നോക്കി ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് ഇതുണ്ട്, എൻ്റെ അയലത്തുകാരെ നോക്കൂ, അവർക്ക് ലക്ഷറി കാറുണ്ട്, അവർക്ക് 2 നില വീടുണ്ട്, അവർ ഇന്റർനാഷണൽ ട്രിപ്പ് പോകുന്നുണ്ട്, ഇവർക്ക് ഇതുണ്ട്. ഈ അവരെയും ഇവരെയും നോക്കാതെ ഫോക്കസ് ഓൺ യുവർ സെൽഫ് മക്കളെ. നമ്മളെന്ന വ്യക്തിയെ കൂടുതൽ മികച്ചതാക്കിക്കൊണ്ടിരിക്കുക. നമ്മളിൽ എന്തൊക്കെ പോരായ്മകളാണ് ഉള്ളത്, എന്തൊക്കെയാണ് നമ്മുടെ ഫ്രീക്വൻസി കുറയ്ക്കുന്നത്? നമ്മളൊരു നെഗറ്റീവ് മൈൻഡ് സെറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണോ? നമുക്കൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് എത്താൻ എന്തൊക്കെ ചെയ്യണം? അങ്ങനെ നമ്മളിൽ തന്നെ വർക്ക് ചെയ്ത് നമ്മളെന്ന വ്യക്തിയെ കൂടുതൽ അനുനിമിഷം കൂടുതൽ നമ്മുടെ ഫ്രീക്വൻസി ഉയർത്തിക്കൊണ്ട് വരണം. പലരും എന്നോട് ചോദിക്കാറുണ്ട്, ടീച്ചർമ്മയുടെ സക്സസിന്റെ സീക്രട്ട് എന്താണ് എന്നുള്ളത്. അതായത് നിങ്ങൾക്കറിയാം, കേരളത്തിൽ ആദ്യമായിട്ട് ലൈഫ് കോച്ചിങ് സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് ഏറ്റവും സൂപ്പർ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതെല്ലാം വന്നതിന്റെ സീക്രട്ട് എന്ന് പറയുന്നത് ഹൈ വൈബ്രേഷൻ ആണ്. എപ്പോഴും നമ്മുടെ ഫ്രീക്വൻസി ഏറ്റവും ഹൈ ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഹൈ ഫ്രീക്വൻസിയിൽ നിൽക്കുമ്പോൾ എല്ലാം നമുക്ക് ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് മാനിഫെസ്റ്റ് ആവും. അപ്പൊ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, വർക്ക് ഓൺ യുവർ ഫ്രീക്വൻസി. മാനിഫെസ്റ്റേഷൻ പലർക്കും നടക്കാത്തതിന്റെ മെയിൻ ഒരു റീസൺ എന്ന് പറയുന്നത് ലാക്ക് ഓഫ് കൺസിസ്റ്റൻസി ആണ്. ചിലരെന്ത് ചെയ്യും, കുറച്ച് ദിവസം അഫർമേഷൻസ് പറയും, പിന്നെ ഇടയ്ക്ക് നിർത്തും, വീണ്ടും പിന്നെ അതിലേക്ക് തിരിച്ചു വരും, വീണ്ടും പ്രാക്ടീസ് ചെയ്യും. ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. വിഷ്വലൈസേഷൻ ചെയ്യുന്നുണ്ടോ? പിന്നെ വിഷ്വലൈസേഷൻ ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയും.
പക്ഷേ കുറച്ച് ദിവസം ചെയ്യും, പിന്നെ ചങ്കരൻ പിന്നെ തെങ്ങിമേ തന്നെ എന്ന് പറഞ്ഞ അവസ്ഥ പിന്നെയും ചെയ്യത്തില്ല. അപ്പൊ ഈ വല്ലപ്പോഴും ചെയ്യുന്നതിനേക്കാൾ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തൊരു സ്റ്റുഡന്റ് പറഞ്ഞു, ഞാൻ ചോദിച്ചു മണി ഇൻഫർമേഷൻസ് കറക്റ്റ് ആയിട്ട് കേൾക്കാറുണ്ടോ? പിന്നെ കേൾക്കാറുണ്ട്. എന്നും കേൾക്കാറുണ്ട്? വല്ലപ്പോഴും കേൾക്കാറുണ്ട്. അപ്പൊ ഞാൻ തമാശക്ക് പറഞ്ഞു, വല്ലപ്പോഴും കേൾക്കുന്നതിനെക്കാട്ടി നല്ലത് പിന്നെ കേൾക്കാതിരിക്കുന്നതാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമ്മളൊരു കാര്യം ചെയ്യുന്നെങ്കിൽ സ്ഥിരതയോടെ ചെയ്യുക, എല്ലാ ദിവസവും കറക്റ്റ് ആയിട്ട് ചെയ്യും. ഞാൻ കഴിഞ്ഞ 5 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ റിസൾട്ടാണ് ഇന്ന് ലൈഫിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് കൺസിസ്റ്റൻസിയോടെ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്തെങ്കിലേ നമുക്ക് റിസൾട്ട് കിട്ടും. നമുക്കൊരു റൈറ്റ് മെന്റർ വേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അതായത് നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരണം. പലർക്കും വീഡിയോ കണ്ട അറ്റവും മൂലയ്ക്ക് കുറച്ച് എന്തൊക്കെ അറിയാം, അതൊക്കെ ചെയ്ത് നോക്കും, റിസൾട്ട് കിട്ടാതെ വരുമ്പോൾ ഇതൊക്കെ ചുമ്മാതെ പറ്റിപ്പോ ഇതൊന്നും നടക്കില്ല എന്ന് പറയും. അതിനെക്കുറിച്ച് അവർക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ്. നമ്മളൊരു റൈറ്റ് മെന്ററുടെ ഹെൽപ്പ് എടുക്കാം. മെന്റർ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞുതരും. ഇപ്പൊ നമ്മുടെ സിൽവർ ക്ലാസ് ടീച്ചർ ഓരോ ദിവസവും കറക്റ്റ് ഡിസൈൻ ചെയ്ത് വെച്ചേക്കണം. ഓരോ ദിവസവും നിങ്ങളെ എന്ത് പഠിപ്പിക്കണം, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ മനസ്സിനെ റീപ്രോഗ്രാമിങ് ചെയ്തെടുത്ത് മനസ്സിലുള്ള മാലിന്യങ്ങളൊക്കെ എടുത്തു കളഞ്ഞ് നമ്മൾ പോലും അറിയാം നമ്മളൊരു പുതിയ വ്യക്തിയായി മാറും. നമ്മൾ ആ പുതിയൊരു പേഴ്സണാലിറ്റി ആയി മാറുമ്പോൾ പഴയ അലസത മാറുന്നു, മടി മാറുന്നു. പലരും പറഞ്ഞിട്ടില്ലേ, 6 വർഷമായിട്ട് ഡിപ്രഷൻ ഞാൻ ഡെയിലി മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നത്, 5-6 ഗുളികകൾ കഴിച്ചുകൊണ്ടിരുന്നത്. ഇതൊന്നും വേണ്ട ടീച്ചർ, ആ ഫുൾ ടൈം ഹാപ്പിനെസ്. ചിലർ ചോദിക്കാറുണ്ട്, ഈ ഫുൾ ടൈം ഹാപ്പിനെസ് ആണോ വലിയ കാര്യം? ഈ വീഡിയോ കാണുന്ന വ്യക്തിയോടാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഫുൾ ടൈം ഹാപ്പി ആണോ? ആണെന്നുള്ളവർ യെസ് എന്ന് കമന്റ് ഇടും. പലരും ജീവിതത്തിൽ ഹാപ്പി അല്ലേ. വലിയ വലിയ ബിസിനസ്മാൻമാരെ നമ്മൾ നോക്ക്, അവരൊക്കെ ലൈഫിൽ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തിട്ട് വലിയ ബിസിനസ് ചെയ്തിട്ട് ഇഷ്ടംപോലെ പൈസയുണ്ട്. പക്ഷെ അവരോടൊക്കെ നമ്മൾ ഫുൾ ടൈം ഹാപ്പി ആണോ എന്ന് ചോദിച്ചാൽ അവർ പറയും, ബിസിനസ് അല്ലേ, ഒരുപാട് സ്ട്രെസ് ഉണ്ട്, ടെൻഷൻ ഉണ്ട്, ഫുൾ ടൈം ഒന്നും ഹാപ്പി ആകാൻ പറ്റുന്നില്ല. ആകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ പല പല പ്രശ്നങ്ങളാണ്. ഈ ലോകത്ത് ഫുൾ ടൈം ഹാപ്പി ആയിരിക്കുന്നത് വളരെ കുറച്ച് ആൾക്കാരെ. ലൈഫിൽ പ്രശ്നമില്ലാത്തത് കൊണ്ടല്ല, എന്ത് പ്രശ്നം വന്നാലും ഫുൾ ടൈം ഹാപ്പിനെസ്സിൽ ഇരിക്കാൻ നമുക്ക് പറ്റും. പലരും പറയും ഇതൊക്കെ ഒരു ഏലിയൻ കൺസെപ്റ്റ് അല്ലേ, അങ്ങനെയൊക്കെ നടക്കും, ഗീലോത്ത് വല്ല പാടുണ്ടോന്ന്. നമ്മുടെ സിൽവർ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം, സ്റ്റുഡൻസ് മെയിൻ ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ് ടീച്ചർ, ആ ഫുൾ ടൈം ഹാപ്പിനെസ്. സിറ്റുവേഷൻസ് എത്ര മോശമായിട്ട് വന്നാലും അതിനെയൊക്കെ തരണം ചെയ്ത് ആ ഹാപ്പിനെസ്സിൽ ഇരിക്കാൻ പറ്റും. നമുക്ക് ആ ഹാപ്പിനെസ്സിലേക്ക് എത്തണം, ആ ഹൈ വൈബ്രേഷനിലേക്ക് എത്തണം. അതാണ് മാനിഫെസ്റ്റേഷന്റെ സീക്രട്ട് എന്ന് പറയുന്നത്. പലരുടെയും പ്രശ്നം ഒരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥ. എനിക്ക് സമ്പന്നനാകണം, കോടീശ്വരനാകണം, പക്ഷെ അവർക്കൊരു ക്ലാരിറ്റി ഇല്ല. എനിക്ക് മാസം 1 ലക്ഷം രൂപ സമ്പാദിക്കണം, അതൊരു ക്ലാരിറ്റി ഉണ്ട്. കൃത്യമായിട്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് അറിയണം. പലർക്കും ക്ലാരിറ്റി ഇല്ല. അതുപോലെ തന്നെ ഭയങ്കര ഡൗട്ടാണ്. ഇവരെന്തിനേയും ഡൗട്ട് ചെയ്തുകൊണ്ടിരിക്കും. അയ്യോ ഇതൊക്കെ നടക്കുമോ, ഈ ടെക്നിക്ക് ഉപയോഗിച്ച് നടക്കുമോ? നമുക്ക് എപ്പോഴും വേണ്ടത് വിശ്വാസമാണ്. ഞാൻ ഈ ഓരോ ടെക്നിക്കുകൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഇതൊക്കെ നടന്നു കഴിഞ്ഞു എന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തോടെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്നത്. നമ്മൾ ഡൗട്ട് അടിച്ചാൽ ഡൗട്ട് മാനിഫെസ്റ്റേഷനെ തടയും. ഇപ്പൊ നമ്മളൊരു ചെടി കൊണ്ടുവന്ന് മണ്ണിൽ കുഴിച്ചു വെച്ചു, എല്ലാ ദിവസവും ചെന്ന് അതിന് വേര് വന്നോ നേരിട്ട് പിഴുതു നോക്കൂലേ? ഇതാണ് ഡൗട്ട് ഉള്ളവരുടെ അവസ്ഥ. മാനിഫെസ്റ്റേഷൻ നടക്കില്ല. പലരുടെയും പ്രശ്നം എന്താണെന്നറിയാം മക്കളെ, ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്ന നെഗറ്റീവ് തോട്ട്സ്. ഇവർ കുറച്ച് സമയം അഫർമേഷൻ പറയും, വിഷ്വലൈസേഷൻ ചെയ്യും, രാവിലെയൊക്കെ എഴുന്നേറ്റ് ചെയ്യും, ബാക്കിയുള്ള ദിവസം ഫുള്ള് അയ്യോ ഞാനൊരു പരാജിതനാണല്ലോ, എനിക്ക് സക്സസ് കിട്ടുന്നില്ലല്ലോ, ഇതൊക്കെ വർക്ക് ചെയ്യുമല്ലോ, ഇങ്ങനെയുള്ള നെഗറ്റിവിറ്റിയാണ് കൂടുതൽ നിൽക്കുന്നതെങ്കിൽ ഒരു ഇത്തിരി സമയം നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് ബാക്കി സമയം മൊത്തം നെഗറ്റീവ് അടിച്ചിരുന്നാൽ മാനിഫെസ്റ്റേഷൻ നടക്കൂല. അതുപോലെ ചില ആൾക്കാരുടെ പ്രശ്നം എന്താണെന്നറിയാമോ, ഇംപേഷ്യൻസ്. അവർക്ക് എല്ലാം ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടണം, ഇപ്പൊ നടക്കണം. പലരും മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ, ഞാനൊരു കാര്യം ചെയ്ത് എനിക്ക് അടുത്ത സെക്കൻഡിൽ നടക്കണം. നമുക്കത് നടക്കാനൊരു ഡിവൈൻ ടൈമിംഗ് ഉണ്ട്. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല, ചില കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് നടന്നു കിട്ടുന്നു, ചില നടക്കാൻ ഇച്ചിരി സമയമെടുക്കും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങൾക്ക് ഭയങ്കര റെസിസ്റ്റൻസ് ആണ്, നമ്മുടെ മനസ്സിൽ നെഗറ്റീവ് തോട്ട്സ് ഉണ്ടോ, അപ്പൊ അത് നടക്കാൻ ഇച്ചിരി സമയമെടുക്കും. ചിലരാണെങ്കിൽ എനിക്കത് കിട്ടിയേ പറ്റൂ, ഇതെനിക്ക് കിട്ടിയില്ല, എന്റെ ലൈഫ് അവിടെ തീർന്നു എന്നൊക്കെ കരുതി ഭയങ്കരമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, PSC എഴുതിയ ഒരു ജോലി നേടണം, എനിക്ക് ഈ ലാസ്റ്റ് ചാൻസ് ഇതിലേക്ക് കയറിയേ പറ്റൂ, ഇത് പോയി കഴിഞ്ഞാൽ എന്റെ ലൈഫ് അവിടെ തീർന്നു. ടെൻഷൻ അടിച്ചിരുന്ന് പഠിക്കും, നടക്കുമോ? നടക്കത്തില്ല. എന്നിട്ട് ലോ ഓഫ് അട്രാക്ഷന്റെ കുറ്റം പറയും, ഇത് വർക്ക് ചെയ്യുന്നില്ല എന്ന്. ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ കിടന്ന് ടെൻഷൻ അടിച്ച് സ്ട്രെസ് അടിച്ചല്ല മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്. മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പിള്ളേരുകളി ആയിരിക്കണം, പിള്ളേരുകളി. നമ്മൾ ഹൈ വൈബ്രേഷനിൽ ഇരുന്നാണല്ലോ, ചിന്തിച്ചു വിടുന്ന കാര്യങ്ങൾ പോലും നമുക്ക് നടന്നു കിട്ടും. അപ്പൊ നല്ല വിശ്വാസത്തോടെ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. പിന്നെ ഒരു കാര്യം എന്താണെന്നറിയാമോ,
ആക്ഷൻ എടുക്കാതെ റിസൾട്ട് കിട്ടില്ല. പരീക്ഷയിൽ പഠിക്കാതെ മാനിഫെസ്റ്റേഷൻ ചെയ്ത് എനിക്ക് പരീക്ഷ പാസ്സാകാൻ പറ്റുമോ, ടോപ്പ് റാങ്കിലേക്ക് എത്താൻ പറ്റുമോ എന്നൊക്കെ മണ്ടത്തരം ചോദിക്കുന്നവരുണ്ട്. മക്കളെ, ആക്ഷൻ എടുക്കാതെ എങ്ങനെ റിസൾട്ട് കിട്ടുന്നത്? സമ്പത്ത് നേടണം, പക്ഷെ പണിയെടുക്കാൻ വയ്യ, പണിയെടുക്കാതെ ഈസി വേയിലൂടെ എനിക്ക് എങ്ങനെ പൈസ ഉണ്ടാക്കാൻ ചിലർ ചോദിക്കുന്നത് എങ്ങനെയാണ്. അങ്ങനെ ഒരിക്കലും നടക്കില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് പൈസ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഒരു ആക്ഷൻ എടുക്കണം. ഒരു ജോലി കിട്ടണം, ജോലിക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? CV അയക്കണം, അതിനുവേണ്ടി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, നിരന്തരം അതിനുവേണ്ടി ആക്ഷൻ എടുത്തുകൊണ്ടിരിക്കണം. അപ്പൊ നമുക്ക് എന്താണോ വേണ്ടത് അത് നേടാനുള്ള ആക്ഷൻ എടുത്തില്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ നടക്കില്ല. ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ടീച്ചറമ്മയ്ക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇതുപോലുള്ള ഒരുപാട് ലൈഫ് ചേഞ്ചിങ് വീഡിയോസുമായിട്ട് വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ? ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിന്റെ പേരും സുജ ആർ മോഹൻ എന്ന് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇപ്പൊ തന്നെ ഫോളോ ചെയ്യുക. ഒരുപാട് വീഡിയോസ് നിങ്ങൾക്കായിട്ട് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ, ലവ് യു.